നോക്കാണോ? ബ്രോ, ട്രേഡിംഗ് സൈക്കോളജി എന്നുള്ളതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അപ്പോൾ മാർക്കറ്റ് പ്രൊഫൈൽ ആണെങ്കിലും ഓർഡർ ഫ്ലോ ആണെന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിക്കും. ആ പഠിച്ചത് മുഴുവനും നമുക്ക് എടുത്തിട്ട് എന്താ പറയുക, ഒരു ഡേ ട്രേഡിങ്ങിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ നിന്ന് നമുക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കൺസെപ്റ്റുകൾ, ഓരോരുത്തരുടെയും ടൈം, ഓരോരുത്തർക്ക് ചിലപ്പോൾ മോർണിംഗിൽ തന്നെ ആയിരിക്കും ട്രേഡ് എടുക്കാൻ പറ്റുന്നത്. ചിലർക്ക് ചിലപ്പോൾ ഒരു കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമായിരിക്കുള്ളൂ മാർക്കറ്റ് ലൈവിലേക്ക് വരാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ പല ടൈമിംഗ് അനുസരിച്ചിട്ടായിരിക്കുള്ളൂ പലരും വന്ന് ജോയിൻ ചെയ്യണത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ടൈമുകളിലൊക്കെ മാർക്കറ്റിൽ നമുക്ക് ഏതൊക്കെ രീതികളിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും, ആ രീതികൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അതിൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഉപയോഗിക്കേണ്ട ഏതെങ്കിലും കുറച്ച് മെത്തേഡ്സുകൾ മാത്രമായിരിക്കും നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പക്ഷേ മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാ മെത്തേഡുകളും നമ്മൾ യൂസ് ചെയ്യും. കാരണം എല്ലാ മെത്തേഡുകളും നമ്മൾ നോക്കിയിട്ട് എല്ലാ കൺസെപ്റ്റുകളും വെച്ച് നോക്കിയിട്ട് മാത്രമേ നമുക്ക് മാർക്കറ്റിനെ അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ ആ ഒരു രീതിയിലായിരിക്കുള്ളൂ നമ്മൾ മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞിട്ട് മാർക്കറ്റിനെ അനലൈസ് ചെയ്യുന്നതും. അതിന് ശേഷമായിരിക്കുള്ളൂ നമ്മൾ ഡേ ട്രേഡിങ്ങിന് വരുമ്പോഴേക്കും അതിൽ നിന്ന് വേണ്ട കുറച്ച് കൺസെപ്റ്റുകൾ മാത്രം. ഇപ്പോൾ നമ്മൾ തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ കുറച്ച് കൺസെപ്റ്റുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കൺസെപ്റ്റുകളിൽ മാത്രം ട്രേഡ് വന്നു കഴിഞ്ഞാൽ മാത്രം നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും. ആ കോണ്ടെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡർ ഫ്ലോ കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ആ ഓർഡർ ഫ്ലോ കൺഫർമേഷനും കൂടി കിട്ടിയാൽ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കുകയുള്ളൂ. ഇല്ല, നമ്മൾ നോക്കുന്ന ആ കൺസെപ്റ്റുകളിൽ ട്രേഡ് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളന്ന് ആ ട്രേഡ് ചെയ്യാറില്ല. അങ്ങനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുന്നത്. സോ ഇതിനകത്ത് ഈ കാര്യമായിരിക്കുള്ളൂ നമ്മൾ മെയിനായിട്ടും ട്രേഡിംഗ് സൈക്കോളജിയിൽ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുന്നത്. കാരണം ഇങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കുള്ളൂ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതായത് 9:15 മുതൽ 9:45 വരെയുള്ള ടൈമിൽ നമുക്കൊരു കൺസെപ്റ്റ് വരാനുണ്ട്. ആ കൺസെപ്റ്റ് പ്രകാരം കോണ്ടെക്സ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഓർഡർ ഫ്ലോ കൺഫർമേഷനും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ ഒരു ട്രേഡ് എടുക്കും. ഇനി അതിന് ശേഷം ആ സമയത്ത് നമുക്ക് കൺഫർമേഷനോ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റോ വന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കണ്ടീഷന് വേണ്ടിയിട്ട്, നെക്സ്റ്റ് കൺസെപ്റ്റിന് വേണ്ടിയിട്ട്, അതായത് 9:45 മുതൽ 10:15 വരെയുള്ള ടൈമിൽ അടുത്ത കൺസെപ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. ആ കൺസെപ്റ്റ് വന്നില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് 10:15 കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ 11:15 അടുത്ത ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് വരാനുണ്ടാകും. ആ കൺസെപ്റ്റും കൂടി വന്നാൽ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ ട്രേഡിനെ ഓരോ കൺസെപ്റ്റുകൾ ബേസ് ചെയ്തിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ട്രേഡ്സിൻ്റെ എണ്ണം കുറയും. ട്രേഡ്സിൻ്റെ എണ്ണം കുറയുന്നതായിരിക്കുള്ളൂ ട്രേഡിംഗ് സൈക്കോളജി ബെസ്റ്റ് ആക്കാണ്ട് ഏറ്റവും നല്ലത്. ഓക്കെ, കാരണം നമുക്ക് ഓരോരോ കൺസെപ്റ്റുകൾ മാത്രമേ നമ്മൾ ചെക്ക് ചെയ്ത് പോവുള്ളൂ. നമ്മൾ എല്ലാ കൺസെപ്റ്റും കൂടി ഒരേ ടൈമിൽ നോക്കാൻ പോയി കഴിയുമ്പോഴായിരിക്കുള്ളൂ നമുക്ക് ട്രേഡിംഗ് സൈക്കോളജി നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. പിന്നെ ഞാനിവിടെ ഈ ഒരു ക്ലാസ്സിൽ, ഈ ഒരു ഡിസ്കഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 4-5 പോയിൻറ്റ്സോ അല്ലെങ്കിൽ ഒരു 10 പോയിൻറ്റ്സോ വെറുതെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. കാരണം അങ്ങനെ പറഞ്ഞു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു തരേണ്ട ആവശ്യം തന്നെ ഇല്ല. കാരണം യൂട്യൂബിൽ തന്നെ ഇഷ്ടംപോലെ ട്രേഡിംഗ് സൈക്കോളജി എന്നുള്ള വീഡിയോസ് ഉണ്ട്. അത് തന്നെ കേട്ടാൽ മതിയാവും. ആ കേൾക്കുന്ന വീഡിയോസിൽ തന്നെയാണ് എല്ലാ സൈക്കോളജീസും പറഞ്ഞേക്കണം. പിന്നെ അത് ഞാൻ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. സോ അങ്ങനെ ഒരു ടിപ്സോ അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് സൈക്കോളജി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സുകളോ പറയാനല്ല മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഓരോരുത്തർക്കും ട്രേഡ് ചെയ്യുമ്പം വരുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാകും. ആ പ്രോബ്ലംസിനെ അതിന് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷൻ തരുമ്പോഴായിരിക്കുള്ളൂ ശരിക്കും ആ ഒരു ട്രേഡിംഗ് സൈക്കോളജി നമുക്ക് ബെസ്റ്റായിട്ട് പോകുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സൊല്യൂഷൻ തരിക അല്ലെങ്കിൽ ആ ഒരു ഡിസ്കഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു മെൻറ്ററെ നിങ്ങൾക്ക് കിട്ടേണ്ടി വരും. കാരണം ട്രേഡിങ്ങിൽ നല്ലൊരു മെൻറ്ററെ കിട്ടിയാൽ മാത്രമേ നിങ്ങളുടെ ഓരോ പ്രോബ്ലംസിനും ഒരു സൊല്യൂഷൻ പുള്ളിക്ക് തരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു മെൻറ്ററെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ് ട്രേഡിങ്ങിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത്. കാരണം നമുക്കൊരു മെൻറ്ററെ കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ കുറച്ച് കൺസെപ്റ്റുകൾ എവിടെ നിന്നാണെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റും. അതിപ്പോൾ ഏത് വീഡിയോസ് ആണെങ്കിലും ഏത് കോഴ്സ് ആണെങ്കിലും എടുത്താലും നമുക്ക് കുറേ കൺസെപ്റ്റുകൾ പഠിക്കാൻ പറ്റും. ഈ കൺസെപ്റ്റുകൾ അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കുള്ളൂ ഒരു ട്രേഡർക്ക് വേണ്ട ക്വാളിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അവിടെയാണ് ട്രേഡിങ്ങിൻ്റെ സൈക്കോളജി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ടൈമിൽ ഓരോരുത്തർക്കും വരുന്ന പ്രോബ്ലംസ് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു മെൻറ്റർ ചെയ്യേണ്ട കടമ. കാരണം അതാണ് മെൻറ്ററിങ് എന്ന് പറയുന്നത്. സോ ആ ഒരു രീതിയിലുള്ള ഡിസ്കഷനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത് എന്താണോ നിങ്ങൾക്ക് വരുന്ന പ്രോബ്ലംസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. എന്താ ഓക്കെ അല്ലേ? ഓക്കെ ബ്രോ. അപ്പോൾ മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ ഉള്ള ആൾ തന്നെയാണ്.
ഇപ്പം നമ്മുടെ ലൈവിലുണ്ട്. പുള്ളി എന്നെ ട്രേഡിംഗ് സൈക്കോളജിയുടെ ബേസ് ചെയ്തിട്ടായിരുന്നു ആദ്യം എന്നെ വിളിച്ചത്. കാരണം പുള്ളി മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ കൺസെപ്റ്റ് പഠിക്കാനുള്ളതെല്ലാം പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ട്രേഡ് എടുക്കുന്ന സമയത്ത് പുള്ളിക്ക് ഓവർ ട്രേഡ് വരുന്നു. ഓവർ ട്രേഡ് വന്നിട്ട് പുള്ളിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ 3 ദിവസം കൊണ്ട് പുള്ളി നല്ലൊരു രീതിയിൽ ഒരു പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്തു. പക്ഷേ 4ാമത്തെ ദിവസം ആ ഉണ്ടാക്കിയ പ്രോഫിറ്റ് മുഴുവൻ കളയുകയും അന്ന് രാവിലെയും പുള്ളി നല്ലൊരു പ്രോഫിറ്റാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉണ്ടാക്കിയ പ്രോഫിറ്റും കഴിഞ്ഞ 3 ദിവസം ഉണ്ടാക്കിയ പ്രോഫിറ്റും ക്യാപിറ്റലും കൂടി ചേർത്തിട്ട് അന്നൊരു ലോസ് ഉണ്ടാക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. ഇല്ലേ ബ്രോ? ഹലോ, ഓക്കെ സാർ. ഇങ്ങനെ ചെയ്ത ഒരാളല്ലേ ഇപ്പോൾ കൂട്ടത്തിലുള്ളത്? അതെ 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 അതെ, ഒരു മാസം മുമ്പ് വരെ. അതെ, അല്ലല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു പ്രോബ്ലം വന്ന സമയത്ത് പുള്ളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് 3 ദിവസം ട്രേഡ് ചെയ്ത് വന്നപ്പോൾ കിട്ടിയ പ്രോഫിറ്റിൽ നമുക്ക് ഓവർ കോൺഫിഡൻസാണ് വന്നത്. അതായത് നമുക്ക് മാർക്കറ്റിനോട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ മാർക്കറ്റ് എപ്പോഴും ആക്ട് ചെയ്യും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസിലാണ് 4ാമത്തെ ദിവസം പണി കിട്ടിയേക്കണത്. സോ അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം വരുമ്പോൾ, ആ ഒരു ലോസ് വരുമ്പോഴേക്കും പുള്ളി ആരായാലും മാനസികമായിട്ടൊരു ചെറിയൊരു പ്രശ്നം വരും. ആ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നെക്സ്റ്റ് 2 ഡേയ്സിലേക്ക് ട്രേഡിംഗ് ഒഴിവാക്കുക. എന്നാൽ മാർക്കറ്റിൽ ഇരിക്കുകയും വേണം. മാർക്കറ്റിലിരുന്ന് മാർക്കറ്റ് വാച്ച് ചെയ്യണം. പക്ഷേ ഒരു കാരണവശാലും ട്രേഡ് ഇനിഷ്യേറ്റീവ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് നമ്മുടെ കൺസെപ്റ്റിനെ നമ്മൾ ഒന്നും കൂടി കറക്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അത് കൂടാതെ തന്നെ നെക്സ്റ്റ് ഓവർ ട്രേഡിങ്ങും കൂടി കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വരേണ്ട സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു നെക്സ്റ്റ് 2 വീക്സിലേക്ക്, അതായത് 2 ആഴ്ചത്തോളം നിങ്ങൾ മാർക്കറ്റ് ലൈവിലിരുന്ന് വാച്ച് ചെയ്യണം. നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യാനുള്ള എമൗണ്ട് കീപ്പ് ചെയ്യാൻ വേണം. പക്ഷേ എന്നിരുന്നാലും ഒരു ട്രേഡ് പോലും ഇനിഷ്യേറ്റീവ് ചെയ്യരുത്. അങ്ങനെ നമ്മൾ മാർക്കറ്റിൽ നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ഔട്ട് ചെയ്യുകയും ആ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ വിചാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമുക്കൊരു ടാർഗറ്റും കാര്യങ്ങളുണ്ടാവും, അത് എത്തുന്നത് വരെ നമ്മൾ നോക്കിയിരിക്കുകയും വേണം. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമുക്കൊരു മാനസികമായിട്ടൊരു വൈബ്രേഷൻ ഉണ്ടാവും, ട്രേഡ് ചെയ്യണം എന്നുള്ളത്. അതിനെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓവർ ട്രേഡിങ് അല്ലെങ്കിൽ ഈ ഒരു 3 ദിവസം കൊണ്ടുണ്ടാക്കിയ ഓവർ കോൺഫിഡൻസ് അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുള്ളൂ. കാരണം നെക്സ്റ്റ് 2 വീക്സും നമ്മൾ അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ആദ്യത്തെ ചിലപ്പോൾ ഈ 2 ദിവസം നല്ല ലോസ് വന്നതിൻ്റെ പേരിൽ 2 ദിവസം നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടൊക്കെ നിൽക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമ്മുടെ ഓപ്പർച്യൂണിറ്റി ഇവിടെയായിരുന്നു, നമുക്ക് ഇവിടെയായിരുന്നു എൻട്രി, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇന്നതായിരുന്നു, ടാർഗറ്റ് ഇന്നതായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ 2 ദിവസം നമ്മൾ നോക്കും. 3ാമത്തെ ദിവസം മുതൽ നമുക്ക് ആ കോൺഫിഡൻസ് സ്റ്റാർട്ട് ചെയ്യും എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട്. എഗെയിൻ നമുക്ക് 4ാമത്തെ ദിവസം എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, എഗെയിൻ കോൺഫിഡൻസ് കൂടും. ഈ 2 കോൺഫിഡൻസും കൂടി ചേർത്തിട്ട് 5ാമത്തെ ദിവസം അടുത്ത പണിയും വാങ്ങും. അപ്പോഴായിരിക്കുള്ളൂ നമ്മൾ ശരിക്കും മനസ്സിലാക്കണത് നമ്മുടെ ഓവർ കോൺഫിഡൻസ് ആണ് ഈ പ്രോബ്ലം എന്നുള്ളത്. അങ്ങനെ സ്വയം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എല്ലാ ദിവസവും നമ്മൾ വിചാരിക്കുന്ന പോലെ മാർക്കറ്റ് പോകണമെന്നില്ല. അങ്ങനെ മാർക്കറ്റിനെ നമുക്ക് 100% പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റത്തില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കൺസെപ്റ്റ് നമ്മൾ കയ്യിലെടുത്ത് വെക്കുക. ആ കൺസെപ്റ്റ് പ്രകാരമുള്ള ട്രേഡ്സ് വന്നാൽ മാത്രം അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള റിസ്ക്, അതായത് നമുക്കിപ്പോൾ ഓരോരുത്തർക്കും റിസ്ക് കപ്പാസിറ്റി, ഇപ്പോൾ നമ്മളിവിടെ ഒരു 4-5 പേര് ഒരുമിച്ചാണ് ഈ ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ ഗ്രൂപ്പിൽ തന്നെ പലരുടെയും റിസ്ക് കപ്പാസിറ്റി, അതായത് ക്യാപിറ്റൽ ബേസ് ചെയ്തിട്ടുള്ള റിസ്ക് കപ്പാസിറ്റി ഡിഫറൻ്റ് ആയിരിക്കും. ആ ഡിഫറൻസ് ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരാൾക്ക് ഒരു ട്രേഡ് എടുക്കാൻ പറ്റും, മറ്റൊരാൾക്ക് ആ റിസ്കിൽ ട്രേഡ് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, എത്ര നല്ല ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും റിസ്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ല എന്നുണ്ടെങ്കിൽ ആ ട്രേഡ് ഒഴിവാക്കുക. റിസ്ക്കും കൂടി നമ്മുടെ കയ്യിൽ ഒതുങ്ങുമെങ്കിൽ മാത്രമേ, അതായത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള റിസ്ക് ആണെങ്കിൽ മാത്രമേ നമ്മൾ ആ ട്രേഡ് ഇനിഷ്യേറ്റീവ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ ഒരു കാര്യം കൂടി നമ്മൾ അവിടെ നോക്കിയാൽ മാത്രമേ ഈ ഓവർ കോൺഫിഡൻസും ഓവർ ട്രേഡിങ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഇല്ലേ ബ്രോ? ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ ഈ പ്രോബ്ലം ഉണ്ടാക്കിയ ആളോടാണ് സാറേ. ഞാൻ അത് ചെയ്തോണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒരു ദിവസം ട്രേഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമം, അന്നത്തെ ട്രേഡ് പോയല്ലോ എന്നുള്ള ഒരു ഇത്. അപ്പം ഞാൻ ചിലപ്പം ഒരു 3 ദിവസം 4 ദിവസം കൊണ്ടൊക്കെ എന്റെ ക്യാപിറ്റൽ ഞാൻ ഡബിളും അതിന്റെ മുകളിലൊക്കെ ഞാൻ ട്രേഡ് ചെയ്തുണ്ടാക്കും. അപ്പം ആർക്കും എടുക്കാൻ പറ്റാത്ത, നമ്മൾ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കത്തില്ലാത്ത രീതിയിലുള്ള പ്രോഫിറ്റ് ഞാൻ എടുക്കും. അത് കഴിഞ്ഞ് അത് മൊത്തം ഞാൻ നശിപ്പിക്കുമായിരുന്നു. പക്ഷെ സാറിനെ ഞാൻ വിളിച്ച് അവസാനം ഞാൻ നിർത്തി. എന്നാന്ന് വെച്ചാൽ എന്റെ ക്യാപിറ്റൽ ഞാൻ വരെ കൊണ്ടുപോകും. ചിലപ്പോൾ നമുക്ക് നല്ലൊരു എമൗണ്ട്, ഇപ്പം ഒരു ദിവസം തന്നെ നമുക്ക് 1 ലക്ഷം രൂപ ഒക്കെ കിട്ടിയിട്ട്
പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അത് മൊത്തം നമുക്ക് നശിപ്പിച്ച് കളയുമ്പോൾ ഉള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, ആ നമുക്ക് കൈ കയറിയിട്ട് പോകുമ്പോൾ ഉള്ള ഒരു വിഷമം. അത് ചിലപ്പോൾ രാവിലെ ആയിരിക്കും ചിലപ്പോൾ അത്ര ഇല്ല, വൈകുന്നേരം ആകുമ്പോൾ നശിപ്പിച്ച് കളയും. അതാ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ആ അത് അതെന്നെ കഴിഞ്ഞ് സാർ എനിക്ക് പറഞ്ഞു കഴിഞ്ഞു, ഒരാഴ്ച എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ സാറിനെ വിളിച്ച് ഓർക്കുന്നുണ്ടോ ഇടയ്ക്ക്? ഉണ്ട്. അന്ന് ഞാൻ ബ്രോഡ് പറഞ്ഞത് അങ്ങനെയാണ്. കാരണം ക്യാപിറ്റൽ ഉണ്ടാകാൻ വേണം. എന്നാൽ ഒരു ട്രേഡ് പോലും ഇനിഷ്യേറ്റീവ് ചെയ്യരുത്. മാർക്കറ്റിൽ ഇരുന്ന് വാച്ച് ചെയ്യണം. കാരണം നമ്മളെ ഒരു വൈബ്രൻ്റ് എന്താണെന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് ഞാനൊരു 7 ദിവസം കഴിഞ്ഞപ്പോൾ സാറിനോട് പറഞ്ഞു ഒരു ലോട്ട് എടുത്തോളാൻ പറഞ്ഞു. അതെ അത് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഒരു 4 ദിവസം കഴിയുമ്പോൾ സാർ കുഴപ്പമില്ല ചെയ്ത. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ട്രേഡ് ചെയ്തിട്ട് എനിക്ക് ഇന്ന് വരെ ഒരു ലോസ് ഇല്ല. എനിക്ക് ഇങ്ങനെ ലോസ് എന്ന് പറയുന്ന സംഭവം എനിക്ക് വന്നിട്ടില്ല ലോസ്. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ബ്രോ. കാരണം സൈക്കോളജി എന്ന് പറയുന്നത് എല്ലാവർക്കും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈക്കോളജിയിൽ ഓരോരുത്തരുടെ പ്രോബ്ലം എന്താന്ന് കേട്ടിട്ട് അതിനുള്ള സൊല്യൂഷൻ കൊടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല മെൻറ്ററിങ്. കാരണം അവിടെ ഒരു നല്ല എക്സ്പീരിയൻസ്. കാരണം ഈ ബ്രോ പറയുന്ന ഈ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ ഫേസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഫേസ് ചെയ്ത കാര്യത്തിന് ഇതിന് സൊല്യൂഷൻ എന്താണെന്ന് കുറച്ചും കൂടി കടുത്ത രീതിയിലുള്ള സൊല്യൂഷൻ ഞാൻ ബ്രോയ്ക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഇല്ലേ? ഉണ്ടായിരുന്നു. ഓക്കെ, കാരണം വെച്ചാൽ ഒരു എമൗണ്ട് കയ്യിലെടുത്ത് വെക്കാനും അത് ഇന്ന രീതിയിൽ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രത്തോളം ചെയ്യേണ്ട കാര്യമില്ല. കാരണം ആ രീതിയിലൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്തതാണ് ഞാൻ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പ്രാക്ടീസ് ചെയ്ത എല്ലാ രീതിയും തന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് അറിഞ്ഞാലേ എനിക്ക് അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. എങ്ങനെ നിങ്ങൾക്കുള്ള എല്ലാ പ്രോബ്ലംസിനും സൊല്യൂഷൻ ഉണ്ടെന്നല്ല, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളിലുള്ള എല്ലാ സൊല്യൂഷൻ എനിക്ക് തരാൻ പറ്റും. പിന്നെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയാൻ, ഞാൻ ട്രേഡിങ്ങിന്റെ സമയത്ത് ഭയങ്കര റിസ്ക് എടുത്താ ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഭയങ്കര ടെൻഷനും മെന്റലി ഭയങ്കര ഇതാവും. നമുക്ക് ക്യാഷ് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ കൂളായിട്ട്, വെറും കൂളെന്ന് പറഞ്ഞാൽ വെറും ഈസി ആയിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ, എനിക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ട്രേഡിൽ കയറാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ട്രേഡ് എടുക്കാറില്ല. കൂടിപ്പോയ 1 അല്ല 2. അതും ഞാൻ പറഞ്ഞു തന്ന അവസാനം ഇത്ര കൺസെപ്റ്റുകൾ മാത്രം. ബ്രോയ്ക്ക് ഇഷ്ടമുള്ള കൺസെപ്റ്റ് ബ്രോ പിക്ക് ചെയ്തിട്ട് വാ, ആ കൺസെപ്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അത് എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ ബ്രോയ്ക്ക് പറഞ്ഞു തരാം. സാറ് പറഞ്ഞു തന്ന IB ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ട്രേഡ്. എന്താ വെച്ചാൽ അതിന് വലിയ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ടാത്തതുകൊണ്ട് ഞാൻ അത് ഈസി ആയതുകൊണ്ട് അതെടുത്തു. പക്ഷെ അതിൽ ഞാൻ കയറും. അതിലും എനിക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് മാത്രമേ ഞാൻ കയറുന്നുള്ളൂ. എനിക്ക് എന്താണെന്ന് വെച്ചാൽ സാർ എനിക്ക് ആകെ 2 ട്രേഡോ തന്നിട്ടുണ്ട്. അതെ, ഇപ്പൊ എനിക്കത് കളയാനില്ലാത്തതുകൊണ്ട് ഞാനത് മാക്സിമം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ലോസ് എന്ന് പറയുന്ന സംഭവം ഇല്ല എനിക്ക്. അതെ ബ്രോ, ഇപ്പൊ ബ്രോ യൂസ് ചെയ്യുന്ന ആ കൺസെപ്റ്റ് അല്ല ഇപ്പൊ ഇരിക്കുന്ന ബാക്കി 3 പേര് ഉപയോഗിക്കുന്നത്. ബ്രോ ഉപയോഗിക്കുന്നത് IBനെ ബേസ് ചെയ്തിട്ടുള്ള ട്രേഡാണ്. IBനെ ബേസ് ചെയ്തിട്ടുള്ള ട്രേഡ് മറ്റാരെങ്കിലും ഇവിടെ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റ് കൺസെപ്റ്റുകളാ, ഇല്ലേ? അതെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതും ആ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ ട്രേഡ് എടുക്കണം എന്നുള്ളതാ. ശരിയല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഇതേപോലെയുള്ള ഒരു സൊല്യൂഷൻസ് കിട്ടുമ്പോഴാണ് ആ സൈക്കോളജി എപ്പോഴും പക്കയാവുള്ളൂ. ഇപ്പോൾ ഒരാളുടെ കാര്യത്തിൽ ആ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് സൊല്യൂഷൻ എന്നുള്ളത് കൊടുത്തപ്പോഴാണ് പുള്ളി ഒന്ന് ഓക്കെ ആയത്. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ പുള്ളി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സെയിം പോലെ തന്നെയാണ് ഇപ്പം അടുത്ത ആൾക്ക് അടുത്ത പ്രോബ്ലം വന്നിരിക്കുന്നത്, ഇല്ലേ അസ്ഫലെ? ബ്രോയുടെ പ്രോബ്ലം എന്തായിരുന്നു ശരിക്കും? എന്റെ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് എടുക്കാനായിട്ട് അനാവശ്യമായി ധൃതി കാണിക്കണേ, ട്രേഡ് മിസ്സായി പോകുന്നുള്ള പേടി. അതാണ് ഈ പ്രോബ്ലം വന്ന സമയത്ത് എനിക്ക് പറയാനുള്ള എത്രേ ഉള്ളൂ ബ്രോ. നമുക്ക് ധൃതി കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്യാപിറ്റൽ ഒരു 1 lakh ആണെന്ന് വിചാരിക്കുക. എക്സാമ്പിളായിട്ട് 1 lakhൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഒരു മന്ത്ലി ഇൻകം, ഒരു ബിസിനസ്സായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു മന്ത്ലി ഇൻകം എന്നുള്ള രീതിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്, ഡേ ട്രേഡിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു 20 to 25% നമ്മൾ പ്രോഫിറ്റ് നമ്മൾ ഒരു മാസം നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെ ലിമിറ്റ് ചെയ്യുന്നതാണ് അതിനകത്ത് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ 25% മാത്രമേ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,000 നമുക്ക് ഒരു മാസം കൊണ്ട് ഉണ്ടാക്കിയാൽ മതി. അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അടുത്ത പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രോയുടെ. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രേഡ് കയറണം എന്നുള്ളത്. നമുക്ക് ബ്രോ വേണമെങ്കിൽ നോക്കിക്കോ, കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ബ്രോ നോക്കുന്ന ആ ഒരു കൺസെപ്റ്റുകൾ വെച്ചിട്ട് ബ്രോയ്ക്ക് എത്ര ട്രേഡ് വന്നിട്ടുണ്ട്. ആ ട്രേഡുകളിൽ മാത്രം ബ്രോ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പെർസെൻറ്റേജ് അച്ചീവ് ആയിട്ടുണ്ടാവും. ശരിയല്ലേ? അതെ. അപ്പം അത്രയും കൺഫർമേഷൻ ഉള്ളിടത്ത് മാത്രം എൻട്രി കയറ്.
ആ എൻട്രി കയറാനായിട്ട് ബ്രോ തന്നെ പ്രാക്ടീസ് ചെയ്യണം. കാരണം പറഞ്ഞിരിക്കുന്ന 2-3 കൺസെപ്റ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ കൺസെപ്റ്റ് വന്നാൽ മാത്രമേ എൻട്രി എടുക്കാൻ പാടുള്ളൂ എന്ന് എന്താ പറയണേ, സ്ട്രോങ് ആയിട്ട് നിന്നാൽ മാത്രമേ ബ്രോയുടെ ആ പ്രശ്നം തീരുള്ളൂ. ഓക്കെ, അപ്പോഴും ഞാൻ പറഞ്ഞു നമ്മൾ ഈ കൺസെപ്റ്റ് കാര്യങ്ങളെല്ലാം കോണ്ടെക്സ്റ്റ് വരണം. കോണ്ടെക്സ്റ്റ് വന്നാൽ ഓർഡർ ഫ്ലോ കൺഫർമേഷൻ വരണം. കൺഫർമേഷൻ വന്നാൽ മാത്രം റിസ്ക്കും കൂടി നോക്കിയിട്ട് എൻട്രി എടുക്കാൻ പാടുള്ളൂ. കഴിഞ്ഞ ഒരു ദിവസം ബ്രോ ചെയ്ത ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ കോണ്ടെക്സ്റ്റ് വന്നു, കൺഫർമേഷൻ വന്നു, ബ്രോ ഇമ്മീഡിയറ്റ് ആയിട്ട് എൻട്രി എടുത്തു, റിസ്ക് നോക്കിയില്ല. ശരിയല്ലേ? റിസ്ക് നോക്കാതെ ബ്രോ ചാടി കയറി എൻട്രി എടുത്തു. അവസാനം എന്ത് പറ്റി? ആ ട്രേഡ് ബ്രോയ്ക്ക് ലോസ് ഓടിച്ചിട്ടില്ല, എന്നാൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനും പറ്റിയില്ല. കാരണം കുറേ നേരം മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്ത് നിന്നു. അതേസമയം റിസ്ക്കും കൂടി കുറഞ്ഞിരുന്നെങ്കിൽ ബ്രോയ്ക്ക് ആ ടെൻഷൻ ഇല്ലാതിരിക്കാൻ പറ്റും. കാരണം ബ്രോ ഇപ്പോൾ എടുക്കുന്ന ഒരു ട്രേഡിൽ എടുക്കുന്ന റിസ്ക് 1000 രൂപയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന സമയത്ത് റിസ്ക് നോക്കാതെ കയറിയപ്പോഴേക്കും 1500 രൂപയായി റിസ്ക്. 1500 രൂപ റിസ്ക് എടുത്തിട്ട് ബ്രോ ഇരിക്കുമ്പോൾ ബ്രോയ്ക്ക് സമാധാനപരമായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ട്രേഡ് എങ്ങാനും ലോസ് ആയാൽ എൻ്റെ കയ്യിൽ നിന്ന് 1500 രൂപ പോകും. അതേസമയം ബ്രോ ആദ്യമേ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരു ദിവസം 1000 രൂപയെ റിസ്ക് എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ കൺഫർമേഷൻ വന്ന് കയറി കഴിഞ്ഞാൽ 1000 രൂപയെ പോകാനുള്ളൂ, പിന്നെ അതിനപ്പുറത്തേക്ക് പോകാനില്ല. അപ്പം പിന്നെ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടും കൺഫർമേഷൻ ബേസ് ചെയ്തും ബ്രോ ഒരു എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ ഒരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റിസ്ക് എടുത്ത് ബ്രോയ്ക്ക് ഇരിക്കാൻ പറ്റും. കാരണം ഞാൻ ഇനിയൊരു റിസ്ക് എടുത്തെന്ന് ചോദിച്ചോ, അപ്പോൾ ബ്രോ ഇമ്മീഡിയറ്റ് ആയിട്ട് സെക്കൻഡ് ഒരു അനലൈസിങ് നടത്താൻ പോകണമെന്ന് വെച്ചാൽ ഞാൻ എടുത്ത ട്രേഡ് കോണ്ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടാണോ, അത് ചെക്ക് ചെയ്യും. ഓക്കെ, ആ കോണ്ടെക്സ്റ്റിന് കൺഫർമേഷൻ വന്നിട്ടുണ്ടോ, അതും ചെക്ക് ചെയ്യും. അത് ചെക്ക് ചെയ്തിട്ട് കഴിയുമ്പോഴേക്കും ഓക്കെ, ഞാൻ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ട്രേഡിൽ കയറിയേക്കണത്. റിസ്ക് എനിക്ക് 1000 രൂപ ഞാൻ എടുക്കാനുള്ളത്, 1000 രൂപയുടെ റിസ്ക് ഞാൻ എടുത്തിട്ടുള്ളൂ. കോൺഫിഡൻസോടെ മാർക്കറ്റ് തീരുന്നത് വരെ ബ്രോയ്ക്ക് ഇരിക്കാൻ പറ്റും. ചിലപ്പോൾ ലാസ്റ്റ് അവേഴ്സിലായിരിക്കുള്ളൂ അത് പ്രോഫിറ്റിലേക്ക് പോകുന്നത്. ശരിയല്ലേ? അപ്പൊ നമ്മൾ നോക്കുന്ന ഈ കൺസെപ്റ്റ് പ്രകാരം നമുക്ക് സ്റ്റോപ്പ് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോസ് എന്ന് പറയുന്ന പാർട്ട് വെറും 5% ഉള്ളൂ. നിങ്ങൾ നോക്കുന്ന കൺസെപ്റ്റിൽ ഒരു 100 ട്രേഡ് എടുത്താൽ നിങ്ങൾക്ക് ആകെ ലോസ് വരാൻ പോകുന്നത് ജസ്റ്റ് ഒരു 5 ട്രേഡ്സ് മാത്രമേ വരുള്ളൂ. സാറേ ഒരു കാര്യം കൂടി ഉണ്ട് പറയാൻ. അതായത് സാർ എനിക്ക് അന്ന് പറഞ്ഞപ്പോ എനിക്കൊരു പോയിന്റ് പറഞ്ഞു തന്നു, എടുക്കേണ്ട ഒരു ടാർഗറ്റ് സാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ട്രേഡ് ചെയ്തപ്പം എനിക്ക് കറക്റ്റ് 10 ട്രേഡില് കൺഫേം ആയിട്ടുള്ള 10 ട്രേഡിൽ എന്റെ ക്യാപിറ്റൽ ഡബിൾ ആവും. അതെ, അപ്പൊ ഈ 10 ട്രേഡ് ബ്രോയ്ക്ക് ഒരു മാസം 20 ട്രേഡിംഗ് ഡേയ്സ് ഉണ്ടാവും. 20 ദിവസത്തിൽ 10 ട്രേഡ് കിട്ടിയാൽ മതി. ഒരു ദിവസം ചിലപ്പോൾ മിനിമം നമുക്ക് 2 എണ്ണം വെച്ചെങ്കിലും കിട്ടും. 2 എണ്ണം എടുക്കത്തില്ല, 1 എണ്ണം എടുക്കത്തുള്ളൂ. അത് ടാർഗറ്റ് കംപ്ലീറ്റ് ആയി പിന്നെ തുടത്തില്ല. അതെ, അപ്പൊ നമുക്ക് ബ്രോയ്ക്ക് തന്നെ ആ ഒരു കാൽക്കുലേഷൻ കിട്ടി. കാരണം 10 ട്രേഡ് കൊണ്ട് ക്യാപിറ്റൽ ഡബിൾ ആക്കാൻ പറ്റുന്നുണ്ട്. ഈ 10 ട്രേഡ് 20 ദിവസം കൊണ്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പൊ നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് കൺഫർമേഷൻ ഉള്ള സമയത്ത് മാത്രം എടുക്കാം. ചിലപ്പോൾ 2 ദിവസം അടുപ്പിച്ച് കൺഫർമേഷൻ കാര്യങ്ങൾ കിട്ടാതിരിക്കും. ട്രേഡ് ചെയ്യണ്ട, അങ്ങനെ ഇരുന്നാ മതി. ഓക്കെ ഓക്കെ, അപ്പൊ അസ്ഫലിന്റെ പ്രോബ്ലം അതായിരുന്നു. എങ്ങനെയാണ് ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രേഡ് കയറണം എന്നുള്ളത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രേഡ് കയറണ്ട ബ്രോ. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രേഡ് കയറാൻ വേണ്ടി ശ്രമിക്കുന്നിടത്താണ് നമ്മുടെ പണി വാളണത്. അങ്ങനെ ചെയ്ത സമയത്തും ബ്രോയുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, ആദ്യത്തെ പ്രാവശ്യം അങ്ങനെ ഇമ്മീഡിയറ്റ് ട്രേഡ് കയറിയപ്പോഴേ ഞാൻ പറഞ്ഞു, ബ്രോയ്ക്ക് ഇനി വരാൻ പോകുന്നത് ബ്രോയുടെ ഒരു സ്റ്റഡി ടൈം കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസിൽ ഞാൻ ബ്രോയുടെ അടുത്ത് ആദ്യമേ പറഞ്ഞു, അടുത്ത ഫോക്കസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ഇന്നതാണ്. ബ്രോ ചാടി കയറി ആദ്യം ട്രേഡ് എടുക്കും, എന്നിട്ട് ആ ട്രേഡ് കൺഫർമേഷനും കാര്യങ്ങളും ഇല്ലാതെ ലോസ് വാങ്ങും. രണ്ടാമത്തെ ട്രേഡ് കൺഫർമേഷനും കാര്യങ്ങളോടെ കയറിയിട്ട് ഈ ലോസ് കവറപ്പ് മാത്രമേ നടക്കുള്ളൂ. ശരിയല്ലേ? അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നടക്കാൻ പോകുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു ബ്രോയുടെ അടുത്ത്, ഇങ്ങനെയായിരിക്കും ബ്രോ ചെയ്യാൻ പോകുന്നത്, അതൊന്നും നോക്കിക്കോളണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അത് തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ബ്രോയ്ക്ക് വരാൻ പോകുന്നത് വെച്ചാൽ ഈ പ്രോബ്ലം കൂടി, ഈ ഇമ്മീഡിയറ്റ് ചാടി കയറുന്നത് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് കിട്ടുന്ന നല്ല പ്രോഫിറ്റ് ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെ കയ്യിലിരിക്കും. അതിപ്പോ കഴിഞ്ഞ വെള്ളിയാഴ്ചയും അത് തന്നെയാണ് സംഭവിച്ചത്. സെക്കൻഡ് ക്യാൻഡലിൽ കയറി. അത് ബ്രോയ്ക്ക് ഈ ആഴ്ചയും കൂടി, ഈ വരുന്ന ആഴ്ചയും കൂടി ഈ പ്രോബ്ലം ഉണ്ടാവുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കാരണം ബ്രോ പഠിച്ചു വരുന്ന രീതി അനുസരിച്ചിട്ട് ബ്രോയ്ക്ക് ഈ ആഴ്ച വരാൻ പോണ പ്രോബ്ലം ഇന്നതാണ്.
ബ്രോയുടെ സൈക്കോളജി പ്രോബ്ലം ഇന്നതായിരിക്കും. അത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇന്നതാണ് വരാൻ പോകുന്ന പ്രോബ്ലം, അതിനെ ബ്രോ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അത് കൺട്രോൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇമ്മീഡിയറ്റ് ചാടി കയറുന്ന ട്രേഡ് ഒഴിവായി കഴിഞ്ഞാൽ രണ്ടാമത് നല്ല മര്യാദക്ക് എടുക്കുന്ന ട്രേഡ് ഉണ്ടാവുമല്ലോ, അതിന്റെ പ്രോഫിറ്റ് അങ്ങനെ കയ്യിലിരിക്കും. ഓക്കെ, അപ്പൊ അതൊന്ന് കൃത്യമായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലം കൂടി ഒഴിവാകും. ഓക്കെ, ഇനി ബ്രോയ്ക്ക് വരാൻ പോകുന്ന അടുത്ത പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അങ്ങനെ പ്രോഫിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരാൻ പോണ ഓവർ കോൺഫിഡൻസാണ്. അതാണ് നേരത്തെ വന്ന ആൾക്ക് വന്ന അതേ പ്രോബ്ലം. അതായത് 2-3 ദിവസം നമ്മൾ പ്രോഫിറ്റ് നേടും. പ്രോഫിറ്റ് നേടുമ്പോൾ ഓക്കെ, ഞാൻ വിചാരിക്കുന്ന എൻ്റെ കൺഫർമേഷൻ എല്ലാം കൃത്യമായിട്ട് വരുന്നുണ്ട്, അപ്പോൾ ഞാൻ എടുക്കുന്ന ട്രേഡ് എല്ലാം സക്സസ് ആവും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് വരും. അതിനുള്ള സൊല്യൂഷനും പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല ബ്രോ. 3 ദിവസം അടുപ്പിച്ച് പ്രോഫിറ്റ് ആയിട്ടുണ്ടോ, ഒരു ദിവസം ട്രേഡ് എടുക്കാതെ ഇരുന്നോളണം. മനസ്സിലായോ? അതേ അതിനുള്ള സൊല്യൂഷൻ ഉള്ളൂ. എല്ലാ ദിവസവും ട്രേഡിന് വേണ്ടി ഇങ്ങനെ ശ്രമിക്കണ പോലെ മൈൻഡേ, നമ്മൾ എല്ലാ ദിവസവും ട്രേഡിന് വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പൊ കൺസൾട്ടേഷൻ ഉള്ള ദിവസവും നമ്മൾ മാർക്കറ്റ് കൺസൾട്ടേഷൻ രാവിലെ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. നമുക്ക് IB ഫോം ഒക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓപ്പണിംഗ് കോൺടാക്ട് കിട്ടുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് കിട്ടുമല്ലോ. പക്ഷെ എന്നാലും അതിന്റെ ഉള്ളിൽ ഒരു ട്രേഡ് ഉണ്ടോ എന്ന് നമ്മള് തപ്പുന്നത്. അതാ ഞാൻ പറഞ്ഞ ബ്രോ, അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെക്ക് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ 3-4 കൺസെപ്റ്റുകൾ മാത്രം എടുത്ത് വെച്ചാൽ മതി. അപ്പൊ ആ കൺസെപ്റ്റ് വന്നാൽ മാത്രം ട്രേഡ് എടുത്താൽ മതി. അതിനുള്ളിൽ കിടന്ന മാർക്കറ്റ് അങ്ങോട്ട് തിരികെ ഇങ്ങോട്ട് തിരികെ മൾട്ടി ടെസ്റ്റ് അടിക്കുക, ഇതൊന്നും നമ്മൾ നോക്കാൻ നിൽക്കണ്ട. നമുക്ക് ആ കൺസെപ്റ്റ് വന്നാൽ മാത്രം ട്രേഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോബ്ലം ഒഴിവാകും. ഓക്കെ, പിന്നൊരു പ്രശ്നമുള്ളത് ഈ നമ്മള് കൺസെപ്റ്റ് റെഡിയായി കൺഫർമേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കാറുള്ളൂ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ സ്ട്രൈക്ക് പ്രൈസ് നമുക്ക് ഒരു റീസണബിൾ സ്ട്രൈക്ക് പ്രൈസിലായിരിക്കും ചിലപ്പോൾ നിൽക്കണേ. പക്ഷെ ഓർഡർ ഫ്ലോ കൺഫർമേഷൻ കറക്റ്റ് ആയിട്ട് ഫോം ആയിട്ടുണ്ടാവില്ലായിരിക്കും. നമ്മൾ വിചാരിക്കും ആ കൺഫർമേഷൻ ആയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പുറത്ത് കയറും. ഇവിടെ നേരത്തെ ഈ ചെറിയ പ്രൈസിൽ കയറാനായിട്ടേ അങ്ങനെ ചെയ്യരുത് ബ്രോ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മുടെ കൺസെപ്റ്റ് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഇപ്പൊ ബ്രോയ്ക്ക് ചിലപ്പോൾ നിഫ്റ്റിയിൽ ഒരു 25 പോയിന്റോ 30 പോയിന്റോ സ്റ്റോപ്പ് ലോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി മാത്രം എടുത്താൽ മതി. ഓക്കെ, ഇപ്പൊ 3 ലോട്ട് എടുക്കുന്നിടത്താണെന്നുണ്ടെങ്കിൽ 2 ലോട്ടായിട്ട് കുറയ്ക്കുക, അല്ലെങ്കിൽ 2 ലോട്ട് എടുക്കുന്നിടത്താണെന്നുണ്ടെങ്കിൽ 1 ലോട്ടായിട്ട് കുറയ്ക്കുക. എന്നിട്ട് അപ്പൊ നമുക്ക് എന്ത് പറ്റുന്ന വെച്ചാൽ നമ്മൾ ടോട്ടലി എടുക്കുന്ന റിസ്ക് 1000 രൂപയെന്ന് പിന്നെയും കുറഞ്ഞു. 1 ലോട്ട് എടുത്തിട്ടുള്ളൂ, അപ്പോൾ റിസ്ക് വരുന്നത് 700 രൂപയുള്ളൂ. ബ്രോ സമാധാനത്തോടെ അവിടെ ഇരിക്കും. അതിന്റെ ടാർഗറ്റ് 1:, നമ്മുടെ ഒരു കൺസെപ്റ്റ് പ്രകാരം കയറി കഴിഞ്ഞാൽ 1:2 ഒന്നും അല്ലല്ലോ നമ്മുടെ ടാർഗറ്റ് വരുന്നത്. അല്ല, അപ്പോൾ 1:3 ഒക്കെ വരെ കിട്ടും. അപ്പോൾ നോർമലി ബ്രോ ഒരു 3000 റുപ്പീസ് ഒരു ദിവസം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് റിസ്ക് ഇത്തിരി കൂടുതലായിരുന്നു, സോ ഞാൻ ലോട്ട് ഇത്തിരി കുറച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 2000 രൂപയെ കിട്ടുള്ളൂ. ആ 2000 രൂപ സമാധാനത്തോടെ കയ്യിലിരിക്കും. ഓക്കെ, ആ രീതിയിൽ പ്രാക്ടീസ്. അതാ ഞാൻ പറഞ്ഞ റിസ്ക്കും കൂടി നോക്കിയിട്ടേ നമ്മൾ ക്വാണ്ടിറ്റി കയറാൻ പാടുള്ളൂ. ഇനി ചിലപ്പോൾ 1 ലോട്ട് ഇട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എടുക്കാനായിട്ടുള്ള റിസ്ക് കപ്പാസിറ്റി ഒരു 20 പോയിന്റ് ആണ്. പക്ഷെ സ്റ്റോപ്പ് ലോസ് വന്നേക്കണത് 25 പോയിന്റാണ്. ട്രേഡ് എടുക്കണ്ട ബ്രോ. 20 പോയിന്റിനകത്ത് റിസ്ക്കും കൂടി വരുന്ന ട്രേഡ് മാത്രം എടുത്താൽ മതി. കാരണം എന്നാൽ മാത്രമേ നമ്മുടെ സൈക്കോളജിയും നമ്മുടെ ക്യാപിറ്റലും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ബ്രോ പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഇതേ ചെയ്യാനുള്ളൂ. ലോട്ട് സൈസ് കുറയ്ക്കുക. ഇപ്പൊ 2 ലോട്ട് ഇട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ 20 പോയിന്റ് ആണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്ന റിസ്ക് എങ്കിൽ 25 പോയിന്റ് ഇപ്പൊ സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 30 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ടെങ്കിൽ 1 ലോട്ട് ഇട്ട് എൻട്രി എടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് സമാധാനപരമായിട്ട് ഇരിക്കും. ഒരു ദിവസം 2000 രൂപ ഏൺ ചെയ്യുന്നിടത്ത് 1500 രൂപ എടുത്താൽ മതി. ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മതി. അത് സന്തോഷേ, ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഈ സ്റ്റോപ്പ് ലോസ് പെട്ടെന്ന് ഇപ്പൊ നമുക്ക് ഭയങ്കര ഇപ്പൊ വെപ്രാളായിരിക്കുമല്ലോ കുറച്ച്. ഇപ്പൊ മറ്റേ അഫ്സലേട്ടൻ പറഞ്ഞ നമുക്ക് ഒരു കോൺടെസ്റ്റ് ഉണ്ടായി, നമ്മൾ അതിൽ കയറിയില്ലെങ്കിൽ ഇപ്പൊ ഫിയർ ഓഫ് ഇതില്ലേ, നമ്മൾ പെട്ടെന്ന് മൂവ് ചെയ്താൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമല്ലോ എന്ന് വെച്ചാൽ നമ്മൾ ചാടി കയറും. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഈ സ്റ്റോപ്പ് ലോസ് എങ്ങനെയാ പെട്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കണത്? എനിക്കത് വലിയ പ്രശ്നമാണ്. സ്റ്റോപ്പ് ലോസ് നമ്മള് പെട്ടെന്ന് അത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് പോവോ, അത് ഇത് കയറിയിട്ട് കൂട്ടിയാൽ മനസ്സിലായി. അതെങ്ങനെ നമുക്കത് പെട്ടെന്ന് റീഡ് ചെയ്യാൻ പറ്റും? എനിക്കത് വലിയ പ്രശ്നമാണ് സ്റ്റോപ്പ് ലോസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. ഞാൻ പലപ്പോഴും മൊബൈലിൽ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് ഒന്നോലെ അത് ക്യാൻഡിൽ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു ചാടി കയറിയിട്ട് നോക്കും, അപ്പത്തേക്കും മൊത്തം റോങ് ആയി പോകും. അതിന് എന്തെങ്കിലും ഒരു ഇതുണ്ടോ? പറയാം. അരുൺ
അരുണ്, ഞാൻ എൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ താഴെ ഞാൻ ഒട്ടിച്ചു വെച്ചേക്കണത് ഒരു പ്രാവശ്യം അയച്ചു തന്നിട്ടുണ്ട്, ഓർക്കുണ്ടോ? ഞാൻ സന്തോഷ് ബ്രോക്ക് അയച്ചു കൊടുത്തത് സംസാരിച്ചു. ഓക്കെ, സന്തോഷം. ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല, പ്രത്യേകിച്ച് ഇത്ര ചെയ്യാനുള്ളൂ. നമുക്കൊരു ദിവസത്തെ റിസ്ക്, ഒരു ട്രേഡിൽ ഒരു ദിവസം എടുക്കേണ്ട റിസ്ക് എത്രയെന്ന് നമ്മൾ നോക്കുക. അതായത് ഒരു വൺ ഡേയിൽ നമ്മൾ എടുക്കേണ്ട റിസ്ക് എത്രയും നമ്മൾ നോക്കുക. നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു 2000 റുപ്പീസാണ് നമ്മൾ വൺ ഡേയിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്ന റിസ്ക് എങ്കിൽ ഒരു ദിവസത്തേക്കുള്ള റിസ്ക് ആണ് കേട്ടോ. ഈ റിസ്ക് 2000 രൂപയാണെന്നുണ്ടെങ്കിൽ ഈ 2000 രൂപേനെ ബ്രോ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ഒരു ദിവസം 2 ട്രേഡ് എന്നുള്ള രീതിയിൽ. സോ 2 ട്രേഡ്, ഒരു ദിവസം 2 ട്രേഡിൽ ബ്രോ ഈ 2000 രൂപ